ടാറ്റമില്ല അംബാനി അല്ല പടച്ചു, ഈ പാവപ്പെട്ട ഞമ്മളെയും മള്ള പടച്ചു. അങ്ങോട്ട് കുരുങ്ങു മീനെ അങ്ങോട്ട്. ഇല്ല ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരികയെ. ഇന്നത്തെ മീനുള്ള അന്നദാനം കഴിഞ്ഞോടാവേ. എന്റെ വണ്ടിയെ നീ തട്ടുകയും ചെയ്ത് എന്റെ കൊച്ചിനെ നീ ചെളിയാക്കി. എന്റെ വണ്ടിയുടെ സൈഡ് ഗ്ലാസും പൊട്ടി, ഇൻഡിക്കേറ്റർ പൊട്ടി. മര്യാദക്ക് നീ എനിക്ക് 1000 രൂപ തന്നോണം. 1000 ഇല്ലയോ? 5000 പിടി മതിയോ? 5000? സാലാക്കബ് നമ്മുടെ ബായ്. ഇന്ന് ആഘോഷരാവാ, എന്ത് ചോദിച്ചാലും ഞാൻ തരും. എന്നാ ഒരു 10 ലക്ഷം രൂപ തരുമോ? അണ്ണ 18 വർഷത്തിന് ശേഷം പൊനത്തിന്ന് ഇറങ്ങിയോ? ഇറങ്ങാനേ അതിന് നമ്മളെങ്ങും പോയിട്ടില്ലല്ലോ. അതൊക്കെ പോട്ടെണ്ണ, ഈ ജേഴ്സി എവിടെ നിന്ന് ഒപ്പിച്ച്? അത് എന്നെ വിളിച്ചോടാ. ഇച്ചിരി ചെറുതാ, കുഴപ്പമില്ല. വയറൊന്ന് ചൊട്ടിച്ച് പിടിച്ചാൽ മതി. ഇനിയിപ്പോ എന്തൊക്കെ കാണാൻ കിടക്കുന്ന എന്റെ ഈശ്വരാ. എടാ, ഓരോ ടീം കപ്പടിക്കുമ്പോഴും ആ ജയിച്ച ടീമിൽ കയറുന്നവനല്ലടാ നീ. അണ്ണാ അടുത്ത 1 വർഷത്തേക്ക് ഞാൻ RCB തന്നെ. എല്ലാരും അറിയണം, എല്ലാരും അറിയിക്കണം. വാ, അവന്മാരെയും വിളിക്കടാ. അണ്ണാ സ്ലോമോ രാവിലെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വൈകിട്ട് ഒരുങ്ങി വരത്തുള്ളൂ. ഉള്ളേ പാറ് കണ്ണാ. എന്തോ പരിപാടിയാണ്, ഞാൻ 10 കഴിഞ്ഞിട്ട് പറ്റില്ലായിരുന്നോളാ. വെറും ഒരു 2 മണിക്കൂറല്ലേ എടുക്കത്തുള്ളായിരുന്നോളാ. ഈശ്വര എല്ലാத்தைയും കുളിക്കേണ്ടി വരുമോ? അപ്പ ഉറക്ക കുഞ്ഞിന്റെ കാര്യോ? അവൻ ചത്താലും 12 മണി കഴിഞ്ഞ് എഴുന്നേക്കത്തുള്ളൂ കേട്ടോ. വീണ്ടും ഉള്ളേ പാട്ടാ. ഉറങ്ങാനും സമ്മതിക്കത്തില്ല, കള്ളമാറി. അണ്ണാ കപ്പടിച്ച സ്ഥിതിക്ക് നമ്മുടെ എതിരാളികളെ വിളിച്ചാലോ? ഷിയ സച്ചു എംഎസ്റ്റിയെ വിളിക്കടാ. ആ ധോണി ഫാനെ 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ധോണി കപ്പുമായിട്ട് വന്ന ദിവസമാടാ. ധോണിയോ? അല്ല, കോഹ്ലി. നീ വിളിക്കടാ. അണ്ണാ അവന്മാർക്ക് 5 കപ്പുള്ള. എന്നാ മുമ്പേ വിളി. അവന്മാർക്കും ഉണ്ട് 5 കപ്പ്. എന്നാ പിന്നെ പഞ്ചാബ് ഫാൻ വിനീതിനെ വിളിച്ചാലോ? അതായിരിക്കും നല്ലത്. അതാവുമ്പോ അവന്മാർക്ക് കപ്പ് ഒന്നും അടിക്കത്തില്ല. ഗിരീസിന്റെ വന്നിട്ടേ കണ്ണുനീര് തുടച്ചെന്ന് വെച്ചിട്ട് നമുക്ക് കളിയാക്കാം. അണ്ണാ ഇതുവരെ ബെല്ലുണ്ടായിരുന്നു, ഇപ്പൊ സ്വിച്ച് ഓഫ്. സാരമില്ല, വീട്ടിൽ ചെന്നിട്ടേ വിളിച്ചിറക്കി കളിയാക്കാം. ഇവിടെ എന്തോടാ ഒരു തിരക്ക്? ഇവിടെ എന്തോ പരിപാടിയാടാ. ഒരു ക്രിക്കറ്റ് ടീമില് ബാറ്റിങ്, ബോളിങ്, ഫീൽഡിങ് എങ്ങനെ വേണമെന്ന് RCB ടീം തെളിയിച്ചു. കോഹ്ലി അണ്ണൻ ടെസ്റ്റിൽ നിന്നും 2020 നിന്നും വിരമിച്ചു. അതിന് ഞങ്ങൾ കൊടുത്ത ട്രിബ്യൂട്ടാണ് ഈ കപ്പ്. എനിക്ക് കുറച്ച് പറയണ്ട. ഈ കപ്പിന്റെ കഥ നിങ്ങൾക്ക് അറിയാവോ? ഈ വട്ടം RCBക്ക് കപ്പ് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച് ഓർഡർ ചെയ്ത കപ്പ അല്ല, നിങ്ങൾക്കൊക്കെ തരാൻ വേണ്ടി ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച കപ്പ. പ്രത്യേകിച്ച് പഞ്ചാബിന്. വന്ന് പെട്ടല്ലോ. പഞ്ചാബ് വിനീത് കഴിഞ്ഞ 18 കൊല്ലം നീയൊക്കെ ഞങ്ങളുടെയൊക്കെ മണ്ടയിൽ കുതിര കയറിയില്ലടാ കപ്പില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കഷ്ടപ്പെടാതെ ഫൈനൽ വരെ വന്നു. നമ്മളെ ശ്രേയസേർ 2ാമത്തെ ബോളി വിക്കറ്റ് ആയോണ്ടാ നീയൊക്കെ രക്ഷപ്പെട്ടെ. എന്തോ ഭയത്തിന ഫോമായിരുന്നു, നീയൊക്കെ തീർന്നേനടക്കളെ. എടാ നിനക്കൊക്കെ ലേലം വിളിക്കാൻ അറിയണം. ആള് മാറി ലേലം വിളിച്ച ടീമല്ലേ ഇടാ നീയൊക്കെ. ആള് തെറ്റി വിളിച്ചാ എന്തോ ഇപ്പം എല്ലാരും കളിക്കുന്നില്ലോ, അതുപോലെ ഞങ്ങൾക്ക്. അല്ല എവിടെ പോവാ? പ്രീതി സിന്റെ വീട്ടിൽ പോവായിരിക്കും. ആശ്വസിപ്പിക്കാനാ ഞങ്ങളും വരട്ടെ. എന്നാ ഞാനുണ്ട്. ഈ 17 വർഷം നീയൊക്കെ വായിക്കാതി മണ്ണ് വെച്ചോണ്ട് നടക്കുമല്ലോ. നീ 18ാമത്തെ വർഷം ഇല്ലേ നീയൊക്കെ നൂന്നേ. അടുത്ത വർഷം ആട്ടറാ, ഞങ്ങൾ കപ്പടിച്ച് കാണിച്ചു തരാം. അടുത്ത ലേലത്തിന് ഇതേപോലെ ആരെങ്കിലും തെറ്റി മേടിക്കണം. എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യും, അവനെ പോയി തിന്നെ. അവര് നല്ല കളിയായിരുന്നു ലാസ്റ്റ് കളിയിൽ. എന്നാ ഞാനങ്ങോട്ട് പോട്ടെ. ശരി, ഒന്നും തോന്നല്ലേ, അടുത്ത വർഷം കാണാം കേട്ടോ. ഭാസ്കര കള്ളോ കപ്പയോ കൊഞ്ചോ എന്നൊക്കെ കൊട്.
ഇന്ന് എല്ലാവർക്കും എന്റെ ചെലവാ അടിച്ചു കയറി വാ. നീ എന്തോടെ കുളത്തിന് ഡ്രസ് ഇട്ടുണ്ടോ ഇറങ്ങി വന്നേ? വർഷങ്ങൾക്ക് ശേഷം കൂട്ടുകാരനെ ഇത് കാണാൻ പറ്റി. സാധാരണ IPL കഴിഞ്ഞാൽ പുറത്തിറങ്ങാത്താണല്ലോ. ബൈ ദ വേ, പൊത്തിന്ന് എപ്പോ ഇറങ്ങി? തീന്ന് ഇറങ്ങിയിട്ടേ ആദ്യം കൊണ്ടേ കമ്പം വെച്ചത് നിന്റെ വീടിന്റെ ഫ്രണ്ടില്ല. നീ വെച്ച കമ്പമായിട്ട് ചിലപ്പോൾ ചീറ്റുമായിരിക്കും. 17 വർഷം കൊണ്ട് ചീറ്റിക്കൊണ്ടിരിക്കില്ലോ. ഇതിന് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും നീയൊക്കെ ഓക്സിജന് ബുദ്ധിപരമായിട്ട് കുറെ പേരെ അങ്ങ് എടുത്തത് ഇല്ലേ? ബുദ്ധിപരമായിട്ട് ഇറക്കിയതേ ലാസ്റ്റ് ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയായിരിക്കും. നീ പണ്ടത്തെ ഓർമ്മയിൽ ഇപ്പോഴും ഒരു കപ്പ് ഇവിടെ വെച്ചോണ്ടിരിക്കല്ലോ. സ്വന്തമായിട്ട് കപ്പ് കിട്ടി അറിഞ്ഞില്ലയോ? നമ്മളെ നോക്കിയത്. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഇവന്മാര് കാരണം പണ്ട് മറന്നുപോയ ഒരു ഫോർമാറ്റ് എല്ലാരും ഒന്ന് ഓർമ്മിച്ചു കേട്ടോ. ടെസ്റ്റ് കൊട്ട് കൊട്ട്. പക്ഷെ ടെസ്റ്റ് കളിച്ചിട്ടേ ഞങ്ങൾ 49 ഓൾ ഔട്ട് ആയിട്ടില്ല. അത് ശ്രദ്ധിക്കണം കേട്ടോ. എടാ മുന്നേ നമ്മളെ നോക്കിയത്. അല്ല നിങ്ങൾ ഈ മരം വെച്ച് ഒരു പുതിയ ആമസോൺ കാർഡ് ഉണ്ടാക്കി പറഞ്ഞു കേട്ടു. ഇത് നിങ്ങൾ വെച്ച് മരമായിരിക്കുമല്ലയോ? ആ കാട്ടിനകത്തോട്ട് കയറി നോക്കിയാൽ മതി. 5 കപ്പ് ഇരിപ്പുണ്ട്. അല്ല നിങ്ങളെ പോലെ ഒരെണ്ണം ഇങ്ങനെ കശത്ത് വെച്ചോണ്ടിരിക്കുവല്ല. ഇനിയുള്ള കൊല്ലങ്ങളിൽ മൊത്തം കപ്പടിക്കാൻ പോകുന്നത് നമ്മളായിരിക്കും. കഴിഞ്ഞ 17 വർഷം ഇത് തന്നെ പറഞ്ഞോണ്ടിരുന്നത്. ഈ വല്ലപ്പോലും പൂക്കുന്ന ഒരു പൂണ്ടല്ലോ, അതിന്റെ പേര് നീലക്കുറിഞ്ഞി. ആ, അത് പൂത്ത പോലെ ഈ വട്ടം ഒന്ന് പൂത്ത് അതിനായി കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കും അല്ലേ? അവിടെ പെൻഷൻ കൊടുക്കുന്നുണ്ടോ? അല്ല കുറെ വൃദ്ധന്മാരിന്ന് കറങ്ങുന്നുണ്ട്. മണിന്നൊക്കെ കേൾക്കുന്നത്. വീൽ ചെയർ സ്ട്രക്ചർ ഉണ്ടെന്നാ കേട്ടത്. പെൻഷൻ മേടിക്കാനേ പൈസ ഇല്ല. നിങ്ങളുടെ ഓർഡർ ഉണ്ടല്ലോ, പുള്ളി മൊത്തം കട്ടോണ്ട് അങ്ങ് പോയി. അല്ല ഈ കപ്പ് കാണാൻ പുള്ളി ഇങ്ങോട്ട് ഇതേപോലെ മുണ്ടിട്ട് വരുവോ അതോ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവോ? ദൈവത്തിന്റെ പോരാളി അഴിച്ചിടായത്. അല്ലേലും 5 കപ്പൊക്കെ ഉള്ളവരെ കാണുമ്പോഴേ ഇച്ചിരി ബഹുമാനം നല്ലതാണ്. മനസ്സിലാവുണ്ടായോ? IPL വരും CCL കണ്ട ഇങ്ങനെ ഇരിക്കും. കണ്ടോ ഈ കീ കൊടുത്ത പാവ ഇവിടുന്ന് കിട്ടി. മഴ പെയ്തപ്പോ മണ്ണിര ഒന്ന് കൊടുത്തെന്ന് കരുതി മൂർഖമാമന്റെ വീട്ടിൽ കയറിയേ പെണ്ണ് ചോദിക്കല്ലേ. മുമ്പേ ആയിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നില്ലയോ? നീ പറ. കറക്റ്റ് സമയത്തെ അംബാനിയുടെ പൈസ ക്രെഡിറ്റ് ആയി കാണത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും കപ്പടിക്കാഞ്ഞതല്ലേ? ഇരിക്കോട്ട്. അപ്പൊ നിങ്ങൾ ഈ വട്ടം കാശ് കൊടുത്തായിരിക്കും കപ്പ് മേടിച്ചല്ലയോ? ഞങ്ങൾ 5 കപ്പുള്ളവരെ ഒരുമിച്ച് ഇന്ന് കുണപ്പിച്ചോണം. ഒരു കപ്പുള്ളവർ അവിടെ മാറിയിരിക്കും. മാച്ച് കഴിഞ്ഞാലും IPL ഫാൻ ഫൈറ്റ് തുടർന്നു കൊണ്ടേയിരിക്കും.